ഹായ് ഫ്രണ്ട്സ്, മീ ഡോക്ടർ റുഷ്തി. വെൽക്കം ബാക്ക് ടു മെഡിഫോഡിയോ. പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ കുട്ടികൾ ഉണ്ടാവില്ല, പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ അതുപോലെ കിഡ്നി അടിച്ചു പോകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ ഇടയായി. ആക്ച്വലി നമുക്ക് പ്രോട്ടീൻ പൗഡർ കഴിക്കാൻ പറ്റൂ. എന്താണ് ഇതിൽ ജെന്യൂൻ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ പൗഡർ വാങ്ങി കഴിക്കാൻ പറ്റും, നിങ്ങൾക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് പ്രോട്ടീൻ പൗഡർ നമുക്ക് ഭക്ഷണത്തിലൂടെ പ്രോട്ടീൻ എടുത്തൂടെ? അങ്ങനെ നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, പക്ഷേ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. കാരണം നമുക്ക് 500 ml പാലിൽ നിന്ന് ആകെ 16 ഗ്രാം പ്രോട്ടീനെ കിട്ടൂ. 1 ഗ്രാം മുട്ടയിൽ നിന്നും 6 ഗ്രാം പ്രോട്ടീനെ കിട്ടൂ. 100 ഗ്രാം ചിക്കനിൽ നിന്നും നമുക്കാകെ 20 മുതൽ 22 ഗ്രാം പ്രോട്ടീനെ കിട്ടൂ. അപ്പോൾ 60 കിലോ ഉള്ള ഒരാൾക്ക് 60 ഗ്രാം പ്രോട്ടീൻ ദിവസം വേണം. ഇനി അയാൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ 120 ഗ്രാം പ്രോട്ടീൻ ദിവസം കഴിക്കണം. എങ്ങനെയാണ് നമുക്കപ്പോൾ ഇത്രയും ഭക്ഷണം കഴിക്കാൻ പറ്റുക? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നമുക്കത് കഴിയില്ല. കഴിയുന്നവരുണ്ട്, പക്ഷേ 90% ആളുകൾക്ക് അത് കഴിയുന്നില്ല എന്നാണ് സത്യം. അതുകൊണ്ട് തന്നെ സാധാരണക്കാരിൽ ഈ പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൂടുതലാണ്. ഈ അവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോട്ടീൻ സപ്ലിമെൻ്റ് ഉപയോഗിക്കുന്നത്. കാരണം ഭക്ഷണം ഇത്രയും കഴിക്കാൻ കഴിയില്ല. നിങ്ങളൊരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചാൽ മതി അവർക്ക് ഏറ്റവും പ്രയാസം എന്താണ് എന്ന്. അപ്പോൾ അവർ പറയും, വർക്കൗട്ട് ചെയ്യുന്നത് വലിയ പ്രയാസമല്ല, ഭക്ഷണം കഴിക്കാനാണ് പ്രയാസം. അപ്പോൾ നിങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കാം. ഈ ജെന്യൂൻ അല്ലാത്ത പ്രോട്ടീൻ പൗഡറിൽ ഇതുപോലെ പ്രശ്നങ്ങളുണ്ട്. അനബോളിക് സ്റ്റിറോയിഡുകളുണ്ട്, അതുപോലെ ഹെവി മെറ്റൽസ് ഉണ്ട്, അതുപോലെ പെസ്റ്റിസൈഡ്സുകൾ കാണപ്പെടുന്നുണ്ട്. അതൊക്കെയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. അതുപോലെ തന്നെ ചില ആളുകൾ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ കൂടെ വെള്ളം കുടിക്കില്ല, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, അപ്പോഴും പ്രശ്നം വരും. സോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പ്രോട്ടീൻ പൗഡർ ഒരു അപകടകാരിയല്ല, ജെന്യൂൻ പ്രോട്ടീൻ പൗഡർ ഒരു അപകടകാരിയല്ല എന്ന് മനസ്സിലാക്കുക.